വെൽക്കം ടു ജുലീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ട്രീ കേക്കാണ്. വളരെ ഈസിയായി വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/3 പൗഡേർഡ് ഷുഗർ ഇടാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ്. ഈ പാല് അല്പമായിട്ട് ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. ഇനി അല്പം ഫുഡ് കളർ റെഡ് ആട്ടോ, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായി 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് പാൻ കേക്ക് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബാറ്റർ എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് തുറക്കാം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. മുപ്പത് സെക്കൻഡ് നേരം മാത്രം തിരിച്ചിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് എടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് ആദ്യം തയ്യാറാക്കിയ പാൻ കേക്കിനേക്കാളും ചെറുതാണ്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇനി നമുക്കിത് തുറക്കാം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഓരോന്നും എടുത്തു മാറ്റാം. ഇനി അടുത്തത് നമ്മൾ രണ്ടാമത് ചുട്ട പാൻ കേക്കിനേക്കാളും ചെറുത് വേണം കേട്ടോ, കുറച്ചുകൂടെ ചെറുത്. ആദ്യം തയ്യാറാക്കിയ പാൻ കേക്ക് എടുത്തൊരു പ്ലേറ്റിലേക്ക് വെക്കാം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ടുള്ള പാൻ കേക്ക് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ നടുക്ക് അല്പം വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. പിന്നെ എന്നിട്ട് അതിൻ്റെ മീതെ നമുക്ക് ഈ ചെറിയ പാൻ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ടിത് ഇതിൻ്റെ മീതെ വയ്ക്കാം. മീതെ നമുക്ക് കുറച്ചിങ്ങനെ വെച്ച് കൊടുക്കാം വിപ്പിംഗ് ക്രീം. അതിൻ്റെ മീതെ നമുക്കിത് വയ്ക്കാം. അതിൻ്റെ മീതെ വിപ്പിംഗ് ക്രീം വയ്ക്കാം. വീണ്ടും ചെറിയ പാൻ കേക്ക് എടുത്ത് അതിൻ്റെ മീതെ വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ഒരു സ്റ്റാർ നോസിൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മീതെ അല്പം ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ട്രീ കേക്ക് റെഡി ആയിട്ടോ. അങ്ങനെ നമ്മൾ വളരെ ഈസിയായി ട്രീ കേക്ക് തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ